നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിവർപൂൾ ടോട്ടനാം മത്സരത്തിന്റെ ഒരു സമ്മറിയാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ശരിക്കും പറഞ്ഞാൽ ലിവർപൂൾ സ്പേഴ്സിനെ കൊലവിളിച്ചു എന്ന് പറഞ്ഞാൽ മതി. 6-3 ഒരു കൂറ്റൻ വിജയം തന്നെയാണ് ലിവർപൂൾ ഇന്ന് നേടിയിട്ടുള്ളത്. അവർ അൺസ്റ്റോപ്പബിൾ ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. നമുക്കറിയാം, തേഴ്സ്ഡേ കളിച്ചിട്ടുള്ള അതേ സ്ക്വാഡിനെ തന്നെയാണ് ആഞ്ച് പോസ്റ്റക്കോഗ്ലു ഇന്ന് ഇറക്കിയത്. പക്ഷേ പല കാര്യങ്ങളും എക്സ്പോസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കറിയാം, ഡിഫൻസിലെ പ്രധാനപ്പെട്ട പ്ലേയേഴ്സ് ഒക്കെ പുറത്താണ്. റൊമേറോ ഇല്ല, മിക്കി വാൻഡമൻ ഇല്ല, ഇപ്പോൾ ആർച്ചി ഗ്രേയും അതുകൂടാതെ ഡെസ്പെൻസ് ഒക്കെയാണ് ഡിഫൻസിൽ കളിക്കുന്നത്. ഇത് നമുക്കും അറിയാം, ആഞ്ച് പോസ്റ്റക്കോഗ്ലു ഇക്കാര്യം അറിയാം. അപ്പൊ പുള്ളി ചെയ്യേണ്ടത് ഇവരെ കൊണ്ട് ഹൈലൻഡ് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഒരു 90 മിനിറ്റ്സ് ലിവർപൂളിന്റെ ഒഫൻസീവ് ലൈനെ ഹോൾഡ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഈ പ്ലേയേഴ്സിന് ഉണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഇപ്പൊ കളി തുടങ്ങി ആദ്യ മിനിറ്റിൽ തന്നെ ഒരുപാട് ചാൻസുകൾ ലിവർപൂൾ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തു. ഇന്നത്തെ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 24ഓളം ചാൻസുകളാണ് ലിവർപൂൾ ക്രിയേറ്റ് ചെയ്തത്. 12 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തി. ശരിക്കുള്ള എക്സ്ജി ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-12 ഗോളൊക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യേണ്ട ചാൻസുകൾ ലിവർപൂളിൽ ഉണ്ടായിരുന്നു. ഫ്രേസർ ഫോസ്റ്റർ കുറച്ച് ഷോട്ടുകൾ സേവ് ചെയ്തു. 1-2 ഓപ്പൺ ചാൻസുകൾ ലിവർപൂൾ മിസ് ചെയ്തു. ലൂയിസ് ഡിയാസിന് ചാൻസ് ഉണ്ടായിരുന്നു. അതൊക്കെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു എംബാരസിങ് സ്കോർ ലൈനിലേക്ക് കാര്യങ്ങൾ പോവായിരുന്നു. മോ സലയുടെ കാര്യം പറയാനുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു ഒരു നെക്സ്റ്റ് ലെവൽ ഫോമിലൂടെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഡ്രിബിൾ ചെയ്യുന്നു, ബോൾ കൺട്രോൾ, അസിസ്റ്റ്, ഗോളുകൾ, 2 കിടിലൻ ഗോളുകൾ പുള്ളി സ്കോർ ചെയ്തു. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോളും അസിസ്റ്റും നേടിയ പ്ലെയറിന്റെ പട്ടികയിലേക്ക് മോസാല എത്തിയിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കേപ്പബിലിറ്റിയും ഒരു ഡിറ്റർമിനേഷൻ തന്നെയാണ് അത് കാണിക്കുന്നത്. ലൂയിസ് ഡിയാസ് 2 ഗോളുകൾ സ്കോർ ചെയ്തുകൊണ്ട് ഓപ്പൺ ചാൻസുകൾ പലതും ടാപ്പിൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും പുള്ളിക്കുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഡിഫൻസിലേക്ക് വരുമ്പോൾ എന്താണ് പറയേണ്ടത്? ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ് ലിവർപൂളിന് കിട്ടിയിട്ടുള്ളത്. കൗണ്ടർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടം കളിയിലൊക്കെ കാണുന്നത് പോലെ ലോങ് ബോൾ ഇടുന്നു, അവർ ഈസി ആയിട്ട് കയറി പോകുന്നു, ഒരു 1-2 എടുത്ത് ബോളുമായിട്ട് മുമ്പോട്ട് പോയി ടാപ്പിൻ. ഇപ്പൊ ഫ്രേസർ ഫോസ്റ്റർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അത്രക്കും ഓപ്പൺ ആയിട്ടുള്ള ഡിഫൻസീവ് സിറ്റുവേഷൻ ആണ് പോസ്റ്റക്കോഗ്ലു ലിവർപൂളിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സൈഡിൽ നിന്ന് ആകെ കളിച്ചിട്ടുള്ള ഒരു പേരായിട്ട് എനിക്ക് തോന്നിയത് കുളിസസ്കി മാത്രമാണ്. പുള്ളി 1-2 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു, ഒരു ഗോൾ അടിച്ചു. മാഡിസന്റെ സൈഡിൽ നിന്ന് ഒരു ഗോൾ വന്നു, സൊളാങ്കിയുടെ ഒരു ഫിനിഷ് ഉണ്ടായിരുന്നു. ഒരു കോൺസലേഷൻ ഗോൾസ് ആണെന്ന് പറയേണ്ടി വരും. ഇത് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഹാഫിലൊക്കെ ആവറേജ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം, ലിവർപൂളിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് മിഡ്ഫീൽഡ് ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവർക്കെതിരെ കളിക്കുമ്പോൾ മിനിമം ചെയ്യേണ്ടത് ഒരു ബോഡി, അറ്റ്ലീസ്റ്റ് ഒരു എക്സ്ട്രാ ബോഡി ആ മിഡ്ഫീൽഡ് കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലും ചെയ്യാൻ പോസ്റ്റക്കോഗ്ലുവിന് കഴിഞ്ഞില്ല. സാറും ബിസുമയും ഒക്കെ അവർക്കൊന്നും കളിക്കാൻ വയ്യ, എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഒരു ടച്ച് എടുക്കുമ്പോഴത്തേക്ക് ബോൾ കയ്യിൽ നിന്ന് പോകുന്നു. മിഡ്ഫീൽഡൊക്കെ ഫസ്റ്റ് ഹാഫിൽ ഒരു നോൺ എക്സിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ്. മറ്റൊരു കാര്യം പറയേണ്ടത് സോണിന്റെ കാര്യമാണ്. നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള സണ്ണിന്റെ 7 അയലത്ത് അടുപ്പിക്കാൻ പറ്റാത്ത പെർഫോമൻസ് ആണ് ഇപ്പോൾ വരുന്നത്. പുള്ളിക്ക് പഴയ കോൺഫിഡൻസ് ഒന്നും കാണുന്നില്ല. പണ്ടൊക്കെ 2 പേരൊക്കെ ഡ്രിബിൾ ചെയ്ത് പോയി പുള്ളി ഷോട്ട് എടുക്കുന്നു, ബോക്സിലേക്ക് കയറി കഴിഞ്ഞാൽ ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിങ് വരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. അപ്പൊ സോണിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി ആ ഒരു ബിഹേവിയർ ഒക്കെ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ബെഞ്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാനിയൽ ലീവിയുടെ ഒരു കഴിവ് തന്നെയാണ് ബെഞ്ചിലുള്ളത്. ഒരു മനുഷ്യൻ പോലും സബ്ബായിട്ട് വന്നിട്ട് ഗെയിം ചേഞ്ച് നടത്താനുള്ള എബിലിറ്റി നമുക്കില്ല. ടിമോ വേർണറൊക്കെ വന്നു, പക്ഷെ ഒരു കാര്യമില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പൊ ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിലെങ്കിലും കുറച്ചുകൂടി ഒരു സെൻസിബിൾ ആയിട്ട് ടീമിനെ അറേഞ്ച് ചെയ്യുന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ പോസ്റ്റ് മാച്ചിലെ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി എന്ത് വന്നാലും സാക്ക് ചെയ്താൽ പോലും ആഞ്ച് പോസ്റ്റക്കോഗ്ലുവിന്റെ സൈഡിൽ നിന്ന് ഒരു ടാക്ടിക്കൽ ചേഞ്ച് ഒന്നും പ്രതീക്ഷിക്കുകയാണ്. ഇത് ശരിക്കും ലാഫിംഗ് സ്റ്റോക്ക് ആയിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മണ്ടത്തരത്തിന്റെ മുകളിൽ മണ്ടത്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമില്ലാതെ ഹൈലൈൻ കളിച്ചുകൊണ്ട് എന്താണ് ടീമിന് കിട്ടുന്നതെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്.
അത് പുള്ളി മനസ്സിലാക്കുന്നില്ല, പുള്ളി ചേഞ്ച് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പോൾ 6 ഗോളിന് പകരം നമുക്കൊരു 3 ഗോളെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ കളിയുടെ റിസൾട്ട് മറ്റേ രീതിയിലേക്ക് പോകുമായിരുന്നു. എന്തായാലും ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് അവരുടെ സൈഡിൽ നിന്ന് കണ്ടു. അവർ ഒരു ലാസ്റ്റ് 20 മിനിറ്റ്സിലൊക്കെ ഒരു സെക്കൻഡ് ഗിയറിലുള്ള പെർഫോമൻസ് ആണ് പുറത്തെടുത്തുള്ളത്. കാരണം അവർ ഇനഫ് ഗോൾസ് സ്കോർ ചെയ്ത് കഴിഞ്ഞു, നല്ല ഒരു മാർജിൻ അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകേണ്ട ആവശ്യകത ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ടൈറ്റിൽ ചലഞ്ച് ശക്തമായിട്ട് ലിവർപൂളിന്റെ സൈഡിൽ നിന്ന് മുമ്പോട്ട് പോകുന്നുണ്ട്. പോസ്റ്റോകോഗ്ലൂവിന് സാക്ക് കിട്ടുമെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്ക് സാക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഒന്നുകിൽ പുള്ളിക്ക് പറ്റിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മാനേജറെ കൊണ്ടുവരിക. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ ബോർഡ് ചെയ്യേണ്ടത്. അല്ലാതെ പുള്ളിക്ക് സ്കോർ ഡെപ്തും ഇല്ല, പുള്ളിയാണെങ്കിൽ ഈഗോ കാരണം ടാക്ടിക്കലായിട്ട് ചേഞ്ച് ആവുന്നുമില്ല. പ്ലേയേഴ്സൊക്കെ വളരെ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടാണ് മത്സരത്തിലേക്ക് വന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫ് എത്തിയതോടെ കളി കയ്യിന്ന് പോയി. എന്തായാലും വളരെ വളരെ ദുരന്തമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.